നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോഗ്യ ഉപനിഷത്തിലെ 4-ാമത്തെ അധ്യായമാണ് ഇപ്പോൾ വായിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ഖണ്ഡം 1-ാമത്തെ ശ്ലോകം. വായുർവാവസംവർഗോ യഥാ വാ അഗ്നിസ് തുദ്വായതി വായുർമേവാപ്യേതി യഥാ സൂര്യോസ്തമേതി വായുമേവാപ്യേതി യഥാ ചന്ദ്രോസ്തമേതി വായുമേവാപ്യേതി. വായു ആണ് തന്നിലേക്ക് എല്ലാം എടുക്കുന്നവൻ. ശരിക്കും എപ്പോൾ അഗ്നി കെടുന്നു വായുവിലേക്ക് പോകുന്നു. സൂര്യൻ അസ്തമിക്കുന്നു വായുവിലേക്ക് പോകുന്നു. ചന്ദ്രൻ അസ്തമിക്കുമ്പോൾ വായുവിലേക്ക് പോകുന്നു. 2-ാമത്തെ ശ്ലോകം. യദാവി ഉച്ഛുഷ്യന്തി വായുമേവാഭിയന്തി വായു ഏവൈതാൻ സർവാൻ സവൃന്ത ഇത്യധിദൈവതം. വെള്ളം വറ്റുമ്പോൾ ഉയരുന്നു, വായുവിലേക്ക് പോകുന്നു. വായു ഇവിടെയുള്ളതെല്ലാം തന്നിലേക്ക് എടുക്കുന്നു. ഇതാണ് അധിദൈവതം. അധ്യാത്മം പ്രാണോവാവ സംവർഗ സ യഥാ സ്വപിതി പ്രാണമേവ വാഗപ്യേതി പ്രാണം ചക്ഷു പ്രാണം ശ്രോത്നം പ്രാണോ ഹ്യവൈതാൻ സർവാൻ സംവൃന്ത ഇതി. ആത്മനെ കുറിച്ച് പ്രാണൻ എല്ലാം തന്നിലേക്ക് എടുക്കുന്നവനാണ്. ഒരുവൻ ഉറങ്ങുമ്പോൾ വാക്കുകൾ പ്രാണനിലേക്ക് പോകുന്നു. കണ്ണുകൾ, കാതുകൾ, മനസ്സ് എല്ലാം പ്രാണനിലേക്ക് പോകുന്നു. പ്രാണൻ എല്ലാം തന്നിലേക്ക് എടുക്കുന്നു. 4-ാമത്തെ ശ്ലോകം. തൗ വാ ഏതൗ ദ്വൗ സംവർഗൗ വായുരേവ ദേവേഷു പ്രാണേഷു. ശരിക്കും ഇവരെന്നും തന്നിലെടുക്കുന്നവർ. ഇവരാണ് തന്നിലേക്ക് എടുക്കുന്നവർ. വായുദേവന്മാരിൽ പ്രാണൻ പഞ്ചപ്രാണന്മാരിൽ. 5-ാമത്തത്. അഥഃ ശൗനകം ച കാപേയം അഭിപ്രതാരിണം ച കാംക്ഷസിനം പരിവിശ്യമാണൗ ബ്രഹ്മചാരി ബിഭിക്ഷേ തസ്മാ ഊഹ ന ദദതു. ഒരിക്കൽ ശൗനക കാവേയനും അഭിപ്രതനും കാക്ഷിയനിയും ഭക്ഷണത്തിലിരിക്കുമ്പോൾ ഭക്ഷണം നൽകപ്പെട്ടപ്പോൾ വിശുദ്ധ ജ്ഞാനത്തിന്റെ ഒരു ശിഷ്യൻ അവരോട് അപേക്ഷിച്ചു. അവർ അവന് നൽകിയില്ല.
ആറാമത്തെ സഹോവാച മഹാൻ മനശ്ചതുരോ ദേവ ഏക സ ജഗാര ഭുവനസ്യ ഗോപസ്തം കാപേയ നാഭിപശ്യന്തി ഭർത്യാ അഭിപ്രതാൻ ബഹ്ധ്വാ വസന്തം യസ്മൈവ ഏതവന്നം തസ്മാ ഏതന്ന ദത്തമിതി. അപ്പോൾ അവൻ പറഞ്ഞു, ഒരു ദേവൻ 4 മഹാത്മാക്കളെ വിഴുങ്ങി. ആരാണ് ലോകത്തിന്റെ ആ സംരക്ഷകൻ? ഓ കാപേയ, അവനെ മർത്യർ കാണുന്നില്ല. അതിൽ നിലനിൽക്കുമ്പോഴും പോലും മർത്യർ അവരെ കാണുന്നില്ല. പല രൂപങ്ങളിലെയും അഭിപ്രദന്മാരിൽ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് ആ ഭക്ഷണം നൽകിയിട്ടില്ല. തതുഹ ശൗനക കാപേയ പ്രതിമന്വാന പ്രത്യയാത്മാ ദേവാനാം ജനിത പ്രജാനാം ഹിരണ്യദംഷ്ട്രോ വഭസോന സൂരി അഹന്തമസ്യ മഹിമാന മാഹുരന്നദ്യമാനോ യദന്നമതീതി വേ വയം ബ്രഹ്മചാരിന്നേത ഉപാസ്മഹേ തദ്ദത്താസ്മൈ ഭിക്ഷാമിതി. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ശൗനക കാപേയൻ പറഞ്ഞു, ദേവന്മാരുടെ ആത്മൻ, സൃഷ്ടികളുടെ സൃഷ്ടാവ്, സ്വർണ ദംഷ്ട്രങ്ങൾ ഉള്ള സംരക്ഷകൻ, ശരിക്കും ഉള്ള ജ്ഞാനി, അദ്ദേഹത്തിന്റെ ശക്തിയാണ് ശരിയായ ശക്തി. അവൻ ഭക്ഷണം അല്ലാത്തതിനെ ഭക്ഷിക്കുന്നില്ല, ഭക്ഷിക്കപ്പെടുന്നുമില്ല. അതുകൊണ്ട് വിശുദ്ധ ജ്ഞാനത്തിന്റെ ശിഷ്യ, ഞങ്ങൾ അതിനെ പൂജിക്കുന്നു. അവന് ഭിക്ഷ നൽകൂ. തസ്മാ ഉഹ ദതുസ്തേ വാ ഏതേ പഞ്ചാന്യേ ദശ സംതസ്തകൃതം തസ്മാത് സർവാസു വിക്ഷ്വന്തമേവ ദശകൃതം സൈഷാ വിരാടന്നാദി തയേദം സർവം ദൃഷ്ടും സർവമസ്യേദം ദൃഷ്ടം ഭവത്യന്നാദോ ഭവതി സ ഏവം വേദ. അതിനുശേഷം അവന് നൽകി. ഈ 5 മറ്റേ 5 10 അതാണ് ചൂതിന്റെ ഏറ്റവും ഉയർന്ന ഏറ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും 10 ഏറ്റവും വലിയ ഏറ് ഭക്ഷണമാണ്. അതാണ് വിരാജ്, ആഹാരത്തിന്റെ ഭക്ഷകൻ. അതിലൂടെ ഈ ലോകം മുഴുവൻ വെളിച്ചത്തിൽ വന്നു. ഈ ലോകം മുഴുവൻ അവന് വെളിവാകുന്നു, ഇതറിഞ്ഞ ഭക്ഷിക്കുന്നവന്. അപ്പോ ആധ്യാത്മികമായിട്ടുള്ള ഈ യാത്രയിൽ ഒരു ഗുരുനാഥന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതു തരത്തിലുള്ള ഗുരുനാഥനായിരിക്കണം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? നമ്മളെ ഉയർത്താൻ നമ്മളെക്കാളും ഉയർന്ന ഒരു ഡയമെൻഷനിൽ നിൽക്കുന്ന ഒരു ആൾക്കേ സാധിക്കുള്ളൂ, വ്യക്തിത്വത്തിനെ സാധിക്കുള്ളൂ. ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ പുറത്തു നിൽക്കുന്ന ഒരു കൗൺസിലർ വേണം. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു കോൺഷ്യസ്നസ് ലെവലിൽ സൃഷ്ടിച്ച പ്രശ്നത്തിന് വേറൊരു കോൺഷ്യസ്നസ് ലെവലിൽ നിന്ന് ഹെൽപ്പ് വേണം. അപ്പൊ ഈ യാത്ര, മനസ്സിന്റെ ഉയർച്ച എന്നുള്ള ഈ ആധ്യാത്മിക യാത്ര ഒരു തലത്തിൽ മറ്റേ തലത്തിലേക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും മുകളിൽ നിന്നുള്ള കൈ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണം. അപ്പൊ ഇത് പല ലെവൽസും ഉണ്ട്. നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ പല സ്റ്റേഷൻസും ഉള്ളതുപോലെ ഓരോ സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ അവിടെ എത്തിയ ആൾക്കറിയാം, അതിന്റെ അപ്പുറത്തുള്ള ആൾക്കറിയില്ല, അതിന്റെ അപ്പുറത്തുള്ള അതിന്റെ അടുത്ത ആൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇതെല്ലാം കടന്നു പോയിട്ടുള്ള ലക്ഷ്യത്തിലെത്തിയിട്ട് ഓരോ പോയിന്റും അറിയുന്ന ഒരു വ്യക്തി നമ്മുടെ ഗുരുനാഥനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പൊ ഇവിടെ ഒരു കഥ പറയാണ് ദൈക്വൻ. ശൗനക കാപ്പേയനും ഒരു വേറൊരു ഋഷി ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു ശിഷ്യൻ, ഒരു ഡിസൈപ്പിൾ, ജ്ഞാനത്തിന് ആഗ്രഹിക്കുന്ന ഒരു ഡിസൈപ്പിൾ വന്ന് ചോദിക്കുകയാണ്, എനിക്ക് ഭക്ഷണം നൽകൂ എന്ന് പറയാൻ. അപ്പോൾ തരാനില്ല എന്ന് പറയുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ശിഷ്യൻ പറയാണ്, നിങ്ങൾ നൽകുന്നവന് നൽകുന്നില്ല. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആർക്കാണ് ഭക്ഷണം നൽകുന്നത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹം ആശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ആത്മന്റെ എക്സ്പ്രസ്ഡ് ആയിട്ട് രൂപമാണ് വൈശ്വാനരൻ. പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഭക്ഷണം ഭക്ഷിക്കുമ്പോൾ
അത് ശരിക്കും നമ്മുടെ ഉള്ളില് നമ്മുടെ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കും. ഭക്ഷണത്തില്ലെങ്കിൽ ഊർജ്ജമില്ല. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ ഊർജ്ജമാണ് ഇതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള എനർജി തന്നെയാണ്. അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് എനർജി ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ മൈറ്റോകോൺട്രിയയിലൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഫ്യൂച്ചർ യൂസിന് വേണ്ടി. അപ്പോൾ ഇതറിയുന്നവൻ ഒരു ലെവലിലുള്ള ജ്ഞാനിയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കും. വെറുതെ വായുടെ സ്വാദോ അല്ലെ കാണുമ്പോഴുള്ള ഭംഗിയൊന്നുമല്ല, അല്ലെ വാസനയൊന്നുമല്ല നോക്കുക. എനിക്ക് ഊർജം നൽകണ്ടേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ധർമ്മം നിർവഹിക്കാനുള്ള ഊർജം നൽകേണ്ടതാണ് ഈ ഭക്ഷണം. അപ്പോൾ വളരെ കെയർഫുൾ ആവും. എൻ്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും നല്ലതായിട്ടൊരു ഭക്ഷണം. ഈ ഭക്ഷണം ഏറ്റെടുക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഊർജമാണ്. അതാണ് ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ്. എല്ലാം ആ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ സ്പിരിച്വൽ യാത്രയിൽ മെറ്റീരിയൽ തലത്തിൽ നിന്ന് നമ്മൾ ഉയരുമ്പോൾ ആജ്ഞാചക്രത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ വായു മണ്ഡലം എന്നുള്ള വായു ചക്രത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യം. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് ഈ ഭൗതിക തലത്തിൽ മാറ്റർ. നമ്മൾ ഐസ് എടുക്കുകയാണെങ്കിൽ ഐസ്, വാട്ടർ വേപ്പർ. ഏറ്റവും എക്സ്പാൻഡ് ചെയ്യുന്ന ഭാഗമാണ് വാട്ടർ വേപ്പർ. അതുപോലെ എയർ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കാര്യമാണ്. സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് കഴിക്കുമ്പോഴും ആ വായുവാണ് അത് സ്നാച്ച് ചെയ്യുന്നത്. നമുക്ക് ഊർജം ലഭിക്കുന്നു. ഈ ഊർജത്തിനെ ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശ്വാസോച്ഛ്വാസമാണ്. ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ ജീവൻ പോയി, പിന്നെ ജീവിതത്തിനൊരു അർത്ഥമില്ലാണ്ടായി മാറും. അപ്പൊ നമ്മുടെ ലൈഫിന്റെ എക്സിസ്റ്റൻസിനെ കാണിക്കുന്നത് ഈ ചലനം, വായു ചലനമാണ്. ബോഡി നിലനിർത്തുന്ന ഊർജത്തെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള റെസ്പിറേഷൻ ആവശ്യമാണ്. ഓക്സിജൻ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാം വായു സ്നാച്ച് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഭക്ഷണം, പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ഭക്ഷണം മുഴുവൻ ആഹരിക്കുന്ന ഈ വായു, അത് ആഹരിക്കുന്നതാണ് ഏതാണ്. അപ്പൊ ഇതിനേക്കാളും ഹയർ ലെവലുള്ള പ്രാണൻ, പഞ്ചപ്രാണന്മാർ എന്ന് പറയും. നമ്മുടെ ബോഡിയിലെ ഓരോ പ്രവൃത്തികളെയും ഉപയോഗിക്കുന്നത് ഊർജമാണ്. അപ്പൊ ഊർജത്തിന്റെ പ്രയോഗത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് വായുവാണ്. വായു പ്രവർത്തിക്കുന്നത് ഈ ഊർജത്തിലാണ്. പരസ്പരം കോംപ്ലിമെന്ററി ആണ്. ഇപ്പൊ ഊർജം നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പഞ്ചപ്രാണന്മാർ എന്ന് പറയും. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ. സർക്കുലേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്, നെർവസ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഡൈജഷൻ ഉപയോഗിക്കുന്നത്, എക്സ്ക്രീഷൻ ഉപയോഗിക്കുന്നത്, സെക്ഷൽ പ്രവർത്തിക്കൊക്കെ ഉപയോഗിക്കുന്നത്, ബുദ്ധിക്ക് ഉപയോഗിക്കുന്നത്, എല്ലാം പ്രാണന്റെ പല പല ഭാഗങ്ങൾ, പഞ്ചപ്രാണൻ എന്ന് പറയുന്നത്. ഈ പ്രാണന്റെ എല്ലാം ഉറവിടം എന്താണ്? നമ്മുടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്ന ഒരു പ്രാണനുണ്ട്. ആ പ്രാണനാണ് ഇതിനെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ സയൻസ് തന്നെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കൺവേർട്ടബിൾ ആണ്. പക്ഷെ അതിന്റെ ഒരു ഒറിജിനൽ ഒരു സ്രോതസ് ഉണ്ട്, എനർജി സോഴ്സ്. അവിടേക്കാണ് ഇതെല്ലാം കണക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞ് ഭക്ഷിച്ചില്ലെങ്കിൽ ആ ഭക്ഷണം വേസ്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിലാണ് പ്രവർത്തിക്കുന്നത്, ശരീരത്തോടു കൂടി അത് ഇല്ലാണ്ടാവും. ഇത് മനസ്സിലാക്കിയിട്ട് ഒരാള് പ്രവർത്തിക്കുമ്പോൾ മനസ്സിന്റെ ഉയർച്ച ലഭിക്കും. അപ്പൊ ഇവിടെ ഡിവിനിറ്റീസിന്റെ ആണ് പ്രാധാന്യം നൽകുന്നത്. എല്ലാം ഒരു ദേവസങ്കല്പത്തോടെയാണ് നമ്മുടെ രാജ്യത്തിൽ കാണുന്നത്. അധ്യാത്മം, അതിഭൗതികം, അധ്യാത്മം, അതിദൈവികം എന്നൊക്കെ പറയും. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പേഴ്സണാലിറ്റീസ്, അതാണ് അതിദൈവികം എന്ന് പറയുന്നത്. ദേവന്മാർ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ്, അവരെല്ലാവരെയും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പേഴ്സണാലിറ്റീസ് സ്വാർത്ഥത കാരണം അവരവരുടെ ഇഷ്ടപ്രകാരം ആണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭക്ഷണത്തിലേക്ക്, ഏതെങ്കിലും ഒരു കാഴ്ചയിലേക്ക്, ഇപ്പൊ കാഴ്ചയും ഭക്ഷണമാണെന്ന് പറയുന്നുണ്ട്. കണ്ണിലൂടെ എടുക്കുന്നത്, ചെവിയിലൂടെ എടുക്കുന്നത്, ത്വക്കിലൂടെ എടുക്കുന്നത് എല്ലാം ആഹാരം തന്നെയാണ്. അപ്പൊ അത് ഏതെങ്കിലും ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യമില്ലാണ്ടായി മാറും. ഭക്ഷണം മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കാഴ്ച മാത്രം ശ്രദ്ധിക്കുക, കേൾവി മാത്രം, ശ്രവണം, ചില പാട്ടിന്റെ പുറകെ പോകും, അതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ല. എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും.
എല്ലാ പേഴ്സണാലിറ്റീസും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ ലോകത്തിന്റെ സംഹാരകൻ, സൃഷ്ടാവ് എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് ഇത് ഉദ്ഭവിക്കുന്നത്? ബീജാവാജ് എന്ന് പറയുന്നു. ലാലാജി മഹാരാജ് നിരന്തര സത്യത്തില് വൈശ്വാനരൻ, അതിന്റെ മുകളില് തൈജസ്, പ്രജ്ഞ, നേരെ മറിച്ചിട്ട് പ്രപഞ്ചത്തിന്റെ തലത്തില് എക്സ്പ്രസ് ഭാവത്തിലെ വിരാട് എന്ന് പറയുന്നു. അതിന്റെ സൂക്ഷ്മഭാവത്തിനെ അന്തർയാമി എന്ന് പറയുന്നു. അതിന്റെ സെറ്റിൽഡ് ആയിട്ടുള്ള ഭാവത്തിന് ഹിരണ്യഗർഭം എന്ന് പറയുന്നു. താമസികം, രാജസികം, സാത്വികം, ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിൽ ഇവിടെ സ്വർണ്ണ ദംഷ്ട്രങ്ങളുള്ള ദേവൻ എന്ന് പറയുന്നു. അപ്പൊ ഹിരണ്യഗർഭൻ, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം. ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാണം നടക്കുന്നത് ആ ഹിരണ്യഗർഭം എന്നാണ്. സീഡ് ഫോം തിളങ്ങുന്നു. അപ്പൊ അത് ജ്ഞാനത്തിനെ, ഇല്യൂമിനേഷനെയാണ് അത് കാണിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ എല്ലാം സീഡ് ഫോമിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇതെല്ലാം എത്തിച്ചേരുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ ആ ഹിരണ്യഗർഭത്തിന്റെ തലത്തിലേക്ക് പോകും. നമ്മൾ സുഷുപ്തി അവസ്ഥ വരുമ്പോൾ ഹിരണ്യഗർഭം എല്ലാവരും സെറ്റിൽഡ് ആവും. അവിടെ നിന്നും ഊർജം ലഭിച്ച്, ജ്ഞാനം ലഭിച്ചിട്ട് അടുത്ത ദിവസം പ്രവർത്തിക്കുന്നത്. ഇത്ര വരെ ഇവിടെ പരാമർശിക്കുന്നത്. അതിനപ്പുറം ഉള്ള ജ്ഞാനം ഈ ലെവലിൽ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഹിരണ്യഗർഭം വരെ. അതുകൊണ്ടാണ് ഈശാവാസ്യ ഉപദേശിച്ച് പറയുന്നത്, ഹിരണ്യമയേന പാത്രേന സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷൻ അപാവൃതം സത്യധർമായ ദ്രഷ്ടയെ. ഹിരൺമയമായിട്ട് ആ ഒരു കവറിങ് എന്റെ സത്യത്തിന്റെ ദർശനത്തിൽ നിന്നും ബ്ലോക്ക് ചെയ്യും. അത് മാറ്റി തന്നാലും അതാരോടെ പറയുന്നത്? ഹിരണ്യഗർഭത്തിന്റെ അപ്പുറം, അത് ട്രാൻസെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഗുണമാണ്. അപ്പോൾ ചാന്തോക്യ ഉപനിഷത്ത് നമുക്കൊരു സൂചന തരികയാണ്. അതിന്റെ അപ്പുറവും നമുക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഗുരുനാഥനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.